ഹേ ഓൾ വെൽക്കം ബാക്ക്. താനൊക്കെ പണ്ട് വീഡിയോയിലല്ല, ഞാൻ ഗെയിമിൽ പറഞ്ഞതാ. അപ്പോൾ നമുക്ക് വീണ്ടും ഹീസ്റ്റ് മെഷീനിലേക്ക് പോവാണ്. ബാക്കിൻ്റെ ബായക് അങ്ങനല്ല, ബായക്കിൻ്റെ അതെ റൂമിൽ അതെ കളിക്കുന്ന വീണ്ടും. നീ ഞാൻ എന്നെ പറഞ്ഞത് എന്താ വെച്ച് ഒരുപാട് കഴിഞ്ഞാല് ഊക്കുന്നുണ്ടോ എന്ന്. താൻ പണ്ട് നമ്മൾ സാൻ ഡ്രസ് കളിക്കുമ്പോൾ ഡ്രസ്സ് മാറാനും അതെ 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 വണ്ടി മോഡിഫൈ ചെയ്യാനും മുടി വെട്ടാനും കയറില്ലേ. അപ്പം എനിക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് തരിച്ചു വരും. എനിക്ക് ഗെയിമാണ് കാണേണ്ടത്. അപ്പൊ അതേപോലെ ഇത്താടെ മോൻ ഇവിടെ നോക്കിയിരിക്കും. വണ്ടി എടുക്ക് മാമ, വണ്ടി എടുക്ക്, പുറത്തിറങ്ങ്, ഡ്രസ്സ് പിന്നെ മാറാം, വണ്ടി എടുക്ക്. അതാണ് ഇപ്പൊ ഇവിടുത്തെ സെയിം അവസ്ഥ. പാവം പയ്യൻ. വീട്ടിൽ പോന്ന ഇപ്പോഴും ഉണ്ട് എന്റെ വീട്ടില്. പിന്നാരണാവോ തോക്കും പിടിച്ച് വീടിന്റെ അകത്ത് നിക്കണ. എനിക്കും തോക്ക് പിടിക്കാൻ തന്നെ പറ്റില്ല വീട്ടില്. ബഗ്ഗാണ്, ബഗ് അല്ലാണ്ട് തോക്ക് പിടിച്ചിട്ടില്ല. ശരി, എന്നാലും ഇനി ഇതേ സ്കൂൾ ബസ് എടുത്തിട്ട് വരാൻ പറയുന്നുണ്ടാ. നെക്സ്റ്റ് സെറ്റപ്പ് സ്കൂൾ ബസ്സാ. ഈ സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ അന്ന് ആ മൂൺലൈറ്റിന്റെ കൂടെ കളിക്കുമ്പോ എന്റെ കിളി മാറിയിട്ടുണ്ട്. അവന് എന്ത് കളിയാ കളിക്കണേന്ന് അറിയോ? സിമ്പിളായിട്ട് പൂവാ വരിക. ആർപ്പ് എത്രയാ പറഞ്ഞേ? ആർക്കും എത്രയാണാവോ? 500 മുകളിൽ കണ്ടിട്ട് തോന്നുന്നുണ്ട്. അയച്ചാ റിക്വസ്റ്റ്. എത്ര പേര് അയച്ചാ നീ? കളി തുടങ്ങി. സീരിയസ്ലി? ടാക്സ് ആവണല്ലോ. എന്നോടാണോ? ആ ഇൻവിറ്റേഷൻ വരുന്നില്ല. വന്നു ഞാൻ ഈ മുടി വെട്ടിക്കാൻ കയറിയേക്കായിരുന്നു. ഇനി ഓട്ടോ വിളിക്ക്, ബാക്കിയുള്ളവരെ വിളിക്ക്. എന്നെ കാണുമ്പോ ഞെട്ടണോട്ടാ, ലുക്ക് മൊത്തം മാറ്റിയിട്ട് ഞാൻ വന്നിട്ടുള്ള. BG8 ആവും വിളിക്കേണ്ട ആരൊക്കെയോ. വെരി ഗുഡ്. ഈ ഫിൽറ്റർ നല്ല കേട്ടാ, ലാസ്റ്റ് ഹീസ്റ്റീന്ന് വിളിക്കാനുള്ള ഫിൽറ്റർ. അതാകുമ്പോ കളിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് എല്ലാരും വന്നാ? ഇല്ല, ഒരാൾ കയറിയിട്ടുള്ളൂ. അവനാണെങ്കിൽ ബാക്കിയുള്ളവരെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. 247 RP ഉണ്ട്. BG8 അബുനെ ഞാനാ കൊടുത്ത ഇൻവൈറ്റ്. ഓഫ്. രണ്ടുപേരും വന്നില്ല. ഓൺ കോളും ജോയിനിങ് ലെഫ്റ്റ്. അബു ഇൻവൈറ്റഡ്. സം ഗെയിമർ. ചടാ അവനും പോയി. ഒന്നോട് ചെയ്യ്. ഫ്രം കറന്റ് സെഷൻ കൊടുത്തു നോക്കാം. ഒരു 200 എടുക്കണ്ടല്ലോ. 40 107. ഇതാണ് ഗെയിമിൽ ഇതാണ് ഏറ്റവും ചടങ്ങുള്ള പരിപാടി ഈ സംഭവം. പക്ഷെ ഈ ലോബി നമ്മളറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രസാണ്. അതായത് പബ്ജിയിലൊക്കെ ഉള്ള പോലെ കൊണച്ച് നിക്കാം. പറഞ്ഞേ നമുക്ക് ക്രൂ ഇല്ലല്ലോ. ആരെങ്കിലും കളിച്ച് തുടങ്ങിയിട്ടില്ല, ഞങ്ങളെ പോലെ കളിച്ച് തുടങ്ങിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ബായോ ഒരുമിച്ച് കളിക്കാം. യാത് ശോകാണ് ഞങ്ങളുടെ അവസ്ഥ. കിട്ടി 2 കിട്ടിയിട്ടുണ്ട്. കൊടുത്തോട്ടെ. നല്ല അർപ്പുള്ളല്ലോ ഇവന്മാർക്ക്. സെഷൻ 127 152 റെഡ് വിൻഡ്ലിംഗോ മയ്യാണ് നല്ലത്. ആട്ടിച്ചതിന്റെ പല്ലിയ ചാട്ടം എടുക്കാൻ എനിക്ക് മനസ്സിലായി. നടക്കില്ല. അതിന്റെ ഇടയിൽ കൂടെ നീ റെഡി കൊടുത്താണോ? ഞാൻ കൊടുക്കണ്ടേ? ബാക്കി എല്ലാവരും ഞാൻ റെഡി കൊടുത്തില്ല. ഫെയിൽ ചെയ്താ റെഡി കൊടുത്തല്ല. കാരണം ഞാൻ റെഡി കൊടുത്തില്ല. ചേടാ നെറ്റ് പോയതെങ്ങാനാണോ? എന്റെ നെറ്റ് പോണ ശീലായോണ്ടിരിക്കുക. ഒന്നുമില്ല, നോ ഇന്റർനെറ്റ് കണക്ഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോഡ് ഓഫ് ചെയ്ത് ഓണാക്കിയാൽ മതി. വേറെ ഒരു വഴിയില്ല.
യാസ് മതിയും ചേടാ എന്തിട്ടുണ്ടായോ മോഞ്ചി വീണ്ടും പശ തീരുമാനായി. ഇതാണല്ലോ പ്രശ്നം. ഞാൻ എന്റെ വീട്ടിലേക്ക് നിക്കണേ. അതെ പുല്ല് എന്തുണ്ടായടാ? എന്തിട്ടാ ഉണ്ടായ പ്രിസൺ ബ്രേക്ക് ഞാൻ ഒന്നോട് വിളിക്കാം. എന്റെ കറക്ക പറഞ്ഞോണ്ടിരിക്കുക വന്നു പിന്നെ ഫുള്ള് കറക്കായി. നോർമൽ അല്ല കറക്ക കഴിയണം. അയച്ചോ. You no longer have access the property as the owner has left the game. Okay, അയച്ചില്ലേ? അയച്ചു ഓട്ടോ ഇൻവൈറ്റ് ഞാൻ ഏത് ഇതിലാണ് അത് കേറിയിട്ടില്ല. ആ നമ്മളുടെ മാത്രമല്ലോ. ഫ്രം ഓൾ കറന്റ് സെഷൻ എല്ലാരും ഇൻവൈറ്റഡ് ആണല്ലോ. ഇൻവൈറ്റഡ് ആണല്ലോ. ഞാൻ പിള്ളേർ കേറിയതാണ്. എല്ലാരും എല്ലാരും പോയല്ലോ. സെഷൻ മൂഞ്ചിയ സെഷൻ ആണെന്ന് തോന്നുന്നുട്ടോ. തീരുമാനായി. നമ്മളിപ്പോ പ്ലെയിൻ എടുത്തു, ഇനിയിപ്പോ ബസ് എടുക്കാനാണ് പോണത്. അതെ പക്ഷെ ആരെയൊക്കെ വരണ്ടേ? ജോയിനിങ് നോ മദർ നോവ മാഡം പെട്ടെന്ന് ഇനി ഇവന്റെ പേര് ഈ സാധനത്തിൽ എന്റെ മൈൻഡിൽ നിക്കുള്ളൂ. നോ മദർ അങ്ങനെയാണ് മറ്റേ ബയാക്ക് ഇപ്പോഴും എന്റെ വായില് ബയാക്ക് എടുക്കണേ. നെയ്തൻ ഗീത ഞാൻ എപ്പോഴുള്ള അറിയൂ. ഇത് നെയ്തൻ ഗീതല്ല, നെതാൻ കേക്ക്. ആദ്യം കളിക്കുമ്പോ ഒരു വർഷം എടാ അത് ഇംഗ്ലീഷിൽ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ നേത്തൻ അത് പേരുള്ളതാ. അത് ആ പേര് കിടന്ന് കിട്ടിയെന്ന് കഴിഞ്ഞാൽ നല്ലത് അങ്ങനെ തന്നെ വായിക്കണം. എടാ ഒരു വർഷം കഴിഞ്ഞ പേര് മാറ്റണേ. ഒരു വർഷം 4 ആളാവണ്ട് സ്റ്റാർട്ട് ആവില്ല. We need 4 players. ഒന്ന് പറഞ്ഞോട്. എനിക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അയ്യോ ടീഞ്ഞൊക്കെ അടിക്ക്, അതാണ് സംഭവം. നമ്പറിലൊക്കെ ഓഫ് ചെയ്തിട്ടില്ല ഞാൻ. ജോയിനിങ് അബു വന്നു. യെസ് സെറ്റ്. എത്ര ചാട്ടൊന്നും വേണ്ട ഇനി. അബു അവൻ 406 നേരത്തെ RP. അവൻ ഹാക്കറാട്ടാ. അബു ഈ അബൂനെ എടുക്കണം. അവനെ വിളിച്ച് പുറത്തിട്ടെ കുറെ നേരായി. അവൻ ആർപ്പിണെന്ന് വെച്ചിട്ട് ഇത്ര അഹങ്കാരം പാടില്ല. ഇറങ്ങിപ്പോയി. ടീ ഏക്കല് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂലോ. ഇനി മലയാളികൾ ചോദിച്ചാൽ കിട്ടൂ? ചോദിച്ചു ഇനി മലയാളീസ്. എനിക്ക് നല്ല തൃശ്ശൂക്കാരൊന്നും കാണിക്കണല്ല. പ്ലീസ് നടക്കും എനിക്ക് തോന്നില്ല. അബുവിന് ഇൻവിറ്റേഷൻ ഒന്നും അയച്ചിട്ടുണ്ട്. ആരൊക്കെ വന്നു. അയ്യടാ പിന്നെയും പോയി. ചേടാ RP നോക്കിട്ട് കളിക്കായിരിക്കും, അതാണ് പ്രശ്നം. എന്റെ 1022 RP അയ്യടാ മദർ പോയി. അഭിജിത്ത് കൊട്ട മലയാളി ചേട്ടാ ചോദിക്കണ്ട. എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എന്നിട്ട് പേരെന്നറിയോ? മുകേഷ് MLA. ഇതൊരു കണക്കിന് പോവില്ല. ഇതിലാകെ 2 പേരുള്ളൂ, ഞാനും മാത്രം. ദേവിയോ ആരാത്? ദേവി മൈറ്റിബിയുടെ സ്റ്റാമിനകളാട്ടാ. ഒരു ഡെഡ് ഐ ഫുൾ ഉണ്ട് നിനക്ക്. സ്ട്രെങ്ത് കുറച്ചുള്ള, സ്റ്റെൽത്ത് ഡ്രൈവിംഗ് ഒക്കെ ഫുള്ളാണ്. പ്രോ റൈസർ അതും ഫുള്ളാ. RC പൈലറ്റ് കുറച്ചുള്ളൂ.
ഫ്ലൈയിങ് കുറച്ചുള്ളൂ. സ്റ്റെൽത്ത്, സ്ട്രെങ്ത്, ഷൂട്ടിങ്, സ്റ്റാമിന, ആൻറ്റി അത്ലറ്റ്, ഡെഡ് ഐ, എന്നിട്ട് ഫ്രേഗ്ല. മെന്റൽ സ്റ്റേറ്റ് നോർമലാണല്ലോ നിന്റെ. ക്ലംസി എന്തിട്ടാ? സ്ട്രെങ്ത് കുറവാട്ടെ നിനക്ക്. കൂട്ടണം. എടാ ഒരാള് വന്നിട്ടില്ലേ, അത് വേറെ വല്ല മെഷീൻ എടുത്തേ. പ്രത്യേക സമയങ്ങളാണ്. അതും ഈ സാധനം കംപ്ലീറ്റ് ആക്കിയാലാണ് ലാസ്റ്റത്തെ മിഷൻ വൈബ് മിഷൻ കിട്ടുള്ളൂ, അതറിയോ? ഇത് കംപ്ലീറ്റ് എത്ര നേരം? ലാസ്റ്റത്തേന് എന്തിരിക്കും? പിന്നെ കളിച്ചോണ്ടിരുന്ന കളിക്കുക ഈ ഇമ്മോർട്ടൽസ് ഫുഡ്. എൻ്റെ വല്ല ഫ്രണ്ട്സ് ഗെയിമിലുണ്ടോ നോട്ടോ. ഞാൻ പറയണേ നമുക്ക് ആ ഈഗിൾ ഗെയിമിങ്ങിന് അങ്ങനെ ആരെയൊക്കെ വിളിച്ചിട്ട് ഇത് കളിക്കായിരിക്കും. അവന്മാരൊക്കെ അടിച്ചുണ്ടാക്കി തരും. എടാ നമ്മുടെ ക്രൂവില് ചേർത്ത് കളിക്കാന്ന്. പക്ഷെ അവന്മാരൊന്നും ഇപ്പൊ ഇതല്ല കളിക്കുന്ന, വേറെ ആരും കേട്ടിട്ടുണ്ട്. അവന്മാര് GTA ഓൺലൈനൊക്കെ എന്തായാലും കളിക്കാണ്ടിരിക്കുന്നില്ല അവര്. ശരിയാ. ഇനിയിപ്പോ 6 ഇറങ്ങി കഴിഞ്ഞാല് എല്ലാരും റിവ്യൂവർസിലായിരിക്കും. റിവ്യൂ, ബഗ്, അതിന്റെ പ്രശ്നങ്ങൾ. എടാ എന്തുകൊണ്ടാണ് ഈ 5 വർഷം 10 വർഷം എടുക്കണേന്ന് അറിയോ? എന്തുകൊണ്ട്? നേരത്തെ നീ ഒരു ഡീറ്റെയിലിംഗ് കാണിച്ചെന്നാ ഫ്ലാറ്റിന്റെ മേലെ നടിക്ക് നോക്കണത്. എവരി മൈന്യൂട്ട് കാര്യങ്ങൾ അവർക്ക് സെറ്റ് ചെയ്യണം, മനസ്സിലായ? ഡീറ്റെയിലിങ് റോക്ക് സ്റ്റാറിന്റെ കടത്തിവിട്ട വേറൊരു ഗെയിമിംഗ് കമ്പനി ഞാൻ കണ്ടിട്ടില്ല. നിനക്കൊരു കാര്യം അറിയോ? ഈ GTA അറിയില്ല എന്താണ് ഇപ്പൊ ഈ RDR ഇല്ലേ, അത് മോനെ അത് എവർഗ്രീനാ, ഓൾ ടൈം അടിപൊളിയത്. അതിൽ അത്രയും ഫീച്ചേഴ്സ് ഉണ്ട് അതില്. അത് 18 ഇറങ്ങിയ ഗെയിം ആട്ടോ അത്. 18 അതിനിപ്പോ കടത്തി വിട്ടാൻ വേറെ ഗെയിമൊന്നും ഇറങ്ങിയിട്ടില്ല അത്രയും ഫീച്ചേഴ്സും ഡീറ്റെയിലിംഗ് ഉള്ളത്. നമുക്ക് വേറെ വല്ല മെഷീൻ എടുക്കാം. Your leader has left. നീ എന്നെ ലെഫ്റ്റ് ചെയ്യുമ്പോ ഞാന് നിന്റെ വീട്ടിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങി പോവാ. സെഷൻ മാറ്റട്ടെ. സെഷൻ ഓൺലൈൻ, ഫൈൻഡ് ന്യൂ സെഷൻ, പബ്ലിക് സെഷൻ. അതൊക്കെ ഒരു സമയാണോ ദാസ? ഇവിടെ 10 മണി. 10 മണിയായിട്ടുള്ളല്ലേ? സമയം മാറല് ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. സമയമിത പൂർവസായാഹ്നം. ഇപ്പൊ ലോഡ് ചെയ്ത് നിക്കേനി തേങ്ങ. വന്നില്ല? എവിടെ? വന്നു. ഞാൻ ഫോൺ എടുക്കുന്ന കാര്യം ചിന്തിച്ച അപ്പൊ സാധനം ലോഡ് മാറും. ഞാൻ ഈ ലോഡിങ് വന്ന അപ്പൊ ഫോൺ എടുക്കും. ഞാനതേട്ടാ ലോഡ് സ്ക്രീൻ എന്തെങ്കിലും വന്നാ അപ്പൊ ഞാൻ മാറ്റും. നിറച്ച് പ്രോ പ്ലേയേഴ്സ് എന്നാണ് സാർ. 1022 ഒക്കെയാ പ്രോ പ്ലേയേഴ്സാ സാറല്ല. 1022 ഒക്കെ RP. അന്ന് 8000 മച്ചാനാണ്ട് ഓർമ്മയുണ്ടോ? എന്റെ പൊന്നി, അവനൊക്കെ സിസ്റ്റം ഓഫ് ആക്കണ പരിപാടി ഉണ്ടാവില്ല അല്ലേ? ചെറിയ പയ്യനങ്ങനെ ചിലപ്പോ അങ്ങനെയുണ്ട് കാര്യം. അതായത് റിച്ച് അസറ്റ് ഉള്ള പിള്ളേരുണ്ട് അവർക്ക് ഞാൻ അയച്ചാ ഒരു കാർ എടുത്ത് കുടിക്കാൻ സമ്മതിക്കില്ല. ഇതൊരു മാതിരിയില്ലേ. 301 ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവന്മാരെ എന്ത് കണ്ടിട്ടാ എന്ത് കണ്ടിട്ടാ ഈ സാധനങ്ങൾ പേരിടണേ? വേറെ സെക്ഷനിലല്ലേ ലോഗിനോട് ഇതടിക്കിട്ടാ ഇൻവൈറ്റ് അയക്കി. ഇവന്മാരെ എന്ത് കണ്ടിട്ട് ഇവ പേരൊക്കെ ഇടണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ Y55 അതൊക്കെ ഉണ്ടല്ലോ. മഹിർ അങ്ങനെയല്ലേ? മഹിർ മിസിർ 40 ജോയിന്റ്. അത് തന്റെ മുടി എന്തിട്ടുണ്ടോ കാണാ.
മുടി വളർത്തിയതല്ല. അയ്യോ ജോയിനിങ് 17 ഭാഗ്യം ഒക്കെ നോർമൽ പ്ലേയേഴ്സാ. ആ ഇപ്പിതില് വമ്പൻ മഹിർന്നുണ്ട്. ഓ മെഹിർ മഹിർ ഞാൻ മുടിന്ന് മാറ്റി വെക്കുന്നതാ. ഒരു വെല്ലുവിളി. ആ മുടിന്ന് മാറ്റി വെക്കാതെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. എന്താ കുഴപ്പം? ജോയിനിങ്ങിൽ നിക്കാണല്ലോ, ജോയിൻ ആവണില്ലല്ലോ. ലോഡ് പറയടാ അവനോട് യെസ് കൊടുക്കാൻ. യെസിന്റെ അല്ല, ജോയിൻ ചെയ്ത് കഴിഞ്ഞാ പ്ലേ ചെയ്യായിരുന്നു. ഓൺ കോൾ ഇനി ആരുടെ ഉണ്ടാ വിളിക്കണ? 4 ആളുണ്ട് ഇതില്. RP 17 ജോയിൻ മാച്ച് മേക്കിംഗ് സെഷൻ. എടാ അവരൊന്നും ക്രൂവിലില്ല കേട്ടാ. 67,000 പോലും ക്രൂവിലില്ല എന്ന് പറയുമ്പോഴാണ് നഷ്ടം. ക്രൂ അവൻ ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല. ഓ ഈ ബേക്കം അല്ലേ? അതെന്റെ ക്രൂവിന്റെ ഷോർട്ട് നെയിമാ, ബയാക്കിസത്തിന്റെ. ബയക്കം അതവൻ ബയക്കെന്ന് ഞാറ്റിനെ പല്ലിയെ കുഴിക്കും. ബയാക്കിസം അതിന്റെ ഷോർട്ടാണ് BYK. അതിന് എന്താ പ്രശ്നം എന്നറിയോ? ക്രൂവില് ആ വീട് വെക്കണം. ആ വീട് വയ്ക്കുമ്പോ 4 അക്ഷരം വയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ഡ്രസ് ഒന്ന് മാറ്റണം പ്ലീസ് പ്ലീസ്. ഗൂർക്ക അൺറെഡി റെഡി മഹിർ മാറ്റിയോട്ടിരിക്കുക. റെഡി ഗൈസ് എല്ലാരും അതവിടെ. ഡ്യൂക്സ് വണ്ടിയൊക്കെ മാറ്റാൻ പറ്റുണ്ടാ? ഓക്കെ ഞാൻ റെഡി. Ready guys. അയ്യേ ഷോർട്സ് ആയിട്ടുള്ള മുടി വേറെ. എന്റെ മുടിക്ക് കുഴപ്പം? ചീങ്കണ്ണി മുടിയേ. വലിയ കുഴപ്പമില്ല. ഞാൻ നോക്കിട്ട് ഞാൻ കൊറേ നേരം വേണ്ട ഇപ്രാവശ്യം എന്റെ തീയ അതാര് ബൈക്കൊക്കെ ഇവിടെ. ഇവിടെ എന്റെ വണ്ടി ഇവിടെ. ഒരാള് വന്നിട്ട് വാറുകളൊക്കെ നോക്കിട്ടാ നടന്നില്ല. എങ്ങടെ പോവാള്ള? ഈ വഴി വേണം മണ്ടന്മാരെ. അതാണോ കാണിക്കുന്ന വഴി? എന്റെ മാർക്ക് ചെയ്താ ഒരു ബ്ലൂ കാണിക്കുന്നുണ്ടാ? പാടത്തേക്ക് പോയി. നീ അവരെ വണ്ടി കയറിക്കണം. നീയാണോ ഡ്രൈവ് ചെയ്യണേ? നല്ല മാസ്കാ. സുൽത്താൻ ചത്തെടുക്കുക അല്ലെ? കാണായിരുന്നു. ഇൻഷുറൻസ് ക്ലെയിം അടിച്ചിട്ടില്ല. മറക്കുക. വീഡിയോ ആണാവോ? ഒരു ഡൗട്ട്. വെരി ഗുഡ്. വണ്ടി പതുക്കെ കേറുള്ളൂ. എല്ലാം നേരം കേറി പോകുന്നു മാത്രം. ഞാൻ എവിടെ പോണ എനിക്കൊരു പിടിയില്ല കേട്ടാ. യവന്മാര് കറക്റ്റ് സ്കെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതന്നെ ഞാൻ നോക്കിയപ്പോ ഞാൻ ഹൈവേ വിളിച്ചുട്ടോ. അടുത്ത റൈറ്റ് കയറ്. അടുത്ത റൈറ്റ് കയറ്. ആ വഴിയിലേക്ക് റൈറ്റ് കയറ്. ഇതാ അതന്നെ. എന്നിട്ട് ഇങ്ങനെ പോണല്ലേ? അതാണോ? എനിക്ക് തന്നെ ആ ഭാഗം മാത്രമേ കാണാനുള്ള, നേരെ വഴി കാണാനില്ല. എന്നിട്ട് പറമ്പിൽ കൂടെ ഒക്കെ വഴി കയറി പോക്കാ. പറമ്പിൽ കൂടെ കേട്ടോ. മരത്തും പിടിച്ചുള്ള സുഖം അറിയാലോ. അവസ്ഥ മരത്തുമ്മല് ഇടി വൈഡർ എന്താ മോശം. ചിലപ്പോഴൊക്കെ എന്റെ വണ്ടീനെ കുറിച്ച് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ചിലപ്പോഴല്ലോ ഇവിടുത്തെ ബൈക്ക് ഇപ്പൊ കളിക്കാന്നൊക്കെ കാണിക്കണ്ടല്ലോ. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ പ്ലേയിങ്. താൻ തോന്നിയ വഴിക്ക് പോയിട്ട് താനിനെ എത്താന ഞാൻ എത്തി സ്ഥലത്ത്. താനാ ബ്ലൂ മാത്രം നോക്കിട്ട് പോയ മാപ്പ് ഇടാണ്ട്. ബ്ലൂ മറ്റേ 2 രാജ്യം അപ്പുറത്താ. പറഞ്ഞ വഴി കൂടെ തന്നെ പോണം. ഞാൻ എത്തി. 2 രാജ്യം അപ്പുറത്തേക്കാ? അങ്ങനെയല്ല, അത്ര ലോങ് ഉണ്ട്. 4 മൈൽ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ എല്ലാം
തനിക്കപ്പൊ വേറെ സ്ഥലം തന്നിട്ടില്ല തോന്നുന്നുണ്ടാ. എനിക്ക് വേറെ ആ വെറുതെ അല്ല അങ്ങനെ പറ. ഓമത്തില് ഇത് റണ്ണിങ് വണ്ടിയാലോ. ചോപ്പറാ. ഞാൻ ചോപ്പറിന്റെ പിന്നെ കണ്ടു പോണ. ആ അതെ ഡെലിവർ ദ പ്രിസൺ ബസ് ടു ഡ്രോപ്പ് ഓഫ്. ആ വണ്ടി എടുക്കാനാ തോന്നുന്നുണ്ട്. റോഡ് തനിക്ക് എന്തൊരു മിഷൻ ശരിക്ക്. എന്റെ വണ്ടി തന്നെ ഓടണം എന്റെ ഭാഗ്യം. എടാ ചിലപ്പോ 2 സ്കൂട്ടർ ഉണ്ടാവും ബസ് എടുക്കാൻ. മനസ്സിലായ? മനസ്സിലായ? അപ്പൊ നിങ്ങൾ ആ ബസ് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഇവിടെ എടുക്കാലോ. ഇവന്മാരൊന്നും വെറുതെ കളിക്കുക. അങ്ങനെ പറഞ്ഞ ഇവന്മാരെന്റെ വണ്ടിയിൽ വെറുതെ കളിച്ചാണ്ടിരിക്കാന്ന്. ആ അത് കുഴപ്പമില്ല. ആരെങ്കിലും ഒരാൾ ഇറങ്ങിട്ട് ബസ് എടുക്കടാ. ഓ അതൊക്കെ അവിടെ വീണു. എനിക്ക് പോയി ബസ് എടുക്ക. പോയി ബസ്. എന്റെ വണ്ടി ഉണ്ടല്ലോ ഇതൊന്നും കൊള്ളില്ല. എനിക്ക് എന്റെ കൂടെ വന്നാ മതിയായിരുന്നില്ലേ? അല്ല തന്റെ മെഷീൻ എന്തുട്ടാ? തനിക്കിപ്പോ എന്തുട്ടാ കാണിച്ചിട്ടില്ല? ഒരു ബ്ലൂ സാധനം കണ്ടപ്പോ അതിന് പിന്നെ അങ്ങോട്ട് പോയി. ഗായ്സ് റെഡി ഗായ്സ്. അവനൊരു ജി ഇട്ടുണ്ടല്ലോ. റീസ്റ്റാർട്ട്. ഒരാളാ റീസ്റ്റാർട്ട്. ഞാൻ മാത്രം റീസ്റ്റാർട്ട് കൊടുത്തുള്ളൂ. റീസ്റ്റാർട്ട് 2 ആളോട് കൊടുക്കാണ്ട്. ഗായ്സ് കൊടുക്ക്. പേജപ്പ് 3 തരം പേജപ്പ് കൊടുത്തുള്ളൂ. അപ്പൊ ഒരു ലെഫ്റ്റ്. ഓ ഇത് നായനാവും. എടാ ഞാൻ ഒരു ബ്ലൂ കളർ കണ്ടു. അത് നമുക്ക് ഞാൻ വിട്ടടിച്ചു പോയി. അതാണെങ്കിൽ എത്തുന്നില്ല എത്ര പോയിട്ടും. നാല് പേരുണ്ടല്ലോ. ഭാഗ്യം. അത്യാവശ്യം പേജ് പഠിക്കാൻ പോകുന്നുള്ളവന്മാരാട്ടാ. ഭാഗ്യം. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ എത്തിയാ നമ്മള്. സെറ്റാ. അതെ ആ ബസ് എടുക്കലാട്ട പരിപാടി. ഒരുമിച്ച് എന്റെ വണ്ടി കയറ്. വേണ്ട ഞാൻ പിന്നാലെ എന്റെ വണ്ടി കയറിയല്. അല്ലല്ല. ഓ 4 വണ്ടിയോ വൈബിക്ക് ഇതാണ് ഇഷ്ടം. ഞാൻ പറക്കുന്നത് വട്ടം തിരിപ്പിച്ചേനെ. താൻ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി. എന്റെ കൈ ധരിച്ചിട്ട് താൻ കയറി പോണിട്ട് ഒരു മുട്ട് വിട്ടാണ്ട്. ഓ സീന് ജാതി വ്യൂ ആട്ടാ. കാരണം വേറെ ടൈപ്പ് രീതിയിലല്ല. ബാക്കി എല്ലാവരും നീറ്റായിട്ട് വണ്ടി ഓടിക്കുന്ന. നമ്മ മാത്രം ഇങ്ങനെ തോന്നിയ പോലെ. സുൽത്താനാക്കണം എന്നിട്ട് എല്ലാവർക്കും വെടി തരണം. വെടിപൊട്ടും അവിടെ പോയാ വെടിപൊട്ടും. ആ ചോപ്പറൊക്കെ പൊട്ടിച്ചു തുടങ്ങും. ഒരു കാര്യം ചെയ്താൽ മതി, നേരെ ബസ്സിൽ കയറിക്കോ. നമ്മളാണ് ഇപ്പോൾ ഇടി കൊടുക്കുന്നത്. ബസ് കാണിച്ചേക്കണ ബസ് കിട്ടിയാ ബസ്സൊന്നും കിട്ടിയില്ല. ബസ് കിട്ടിയില്ല. മിഹിർ ബസ് എടുക്കുന്നുണ്ട്. മിഹിർ പിന്നെ മരിച്ചു. എടാ നീ മെസ്സേജ് ഞാൻ ടേക്ക് ഓവർ ചെയ്തോളാം, ഞാൻ ബസ് എടുത്തോളാം. നീ മെസ്സേജ് എന്നിട്ട് പറയാ. ഞാൻ ഒരു മെസ്സേജ് അയക്കാം. പേജപ്പ് കൊടുത്തിട്ടില്ലേ? റീസ്റ്റാർട്ട് കൊടുക്ക്. ഞാൻ കൊടുത്തല്ലോ. മറ്റോ വന്നതാ.
I'll take lead. Okay. അവന്മാരുണ്ടോ നോക്കട്ടെ ഇന്നയില്. ഇതാണ് പ്രശ്നം, 4 വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ആശയക്കുഴപ്പം വരും. ഒറ്റ വണ്ടിയിൽ എല്ലാവരും കയറും. തിരിക്കാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. I'll take lead ഇട്ടാ. I'll take lead. Okay. ഞാൻ നാക്കിൽ വെടി ചാവോ? അമരൊക്കെ പോയി. ഓടാ അമര് പോയി. അവരവിടെ നിന്നോട്ടെ, നിന്നാലും ഇതിലും കണക്കാ. അവനൊരു നായാന്ന് മനസ്സിലായിപ്പോ. ഇതെന്തൂട്ട് വണ്ടി ഇത്? ഇത് മറ്റേ സാധനം ഗൂർക്ക. അതേത് പൊട്ടൻ ചെക്കനാ, 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്ന പയ്യനാന്ന് തോന്നുന്നുണ്ട്. അടിച്ചെന്റെ തല തിരിച്ചു വെക്കണം. എടാ നീ ആ ബസ്സിന്റെ ഓവർടേക്ക് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ടിൽ കയറാം. ഞാൻ അപ്പോ ഡ്രൈവറെ ഷൂട്ട് ചെയ്തോളാം. ഡ്രൈവർ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? വലിച്ചിറക്കി വണ്ടി എടുത്തോ. നേരത്തെ സംഭവിച്ച എന്താ വെച്ചാൽ എല്ലാരും കൂടെ കൂട്ടിയിടിച്ചിട്ട് ആ ബസ് ഡിവൈഡറിന്റെ മുകളിൽ ത്രാസ് പോലെ നിൽക്കണ്ടായിരുന്നെ. ഞാൻ പറയണേ, ഞാൻ എന്റെ ഫ്രണ്ടിൽ കുറച്ച് എടുക്കും. ഞങ്ങളെ വെടിച്ചിട്ട് ഞാൻ വണ്ടി എടുത്തോളാം. അപ്പൊ തന്നെ വണ്ടി നിർത്തണം. കാറിന്റെ അടിക്കൂടെ വണ്ടി പോകണം. നോക്കി ബൈക്കാരൻ ഇങ്ങനെ പെടാൻ ഓക്കെ. ഹെലികോപ്റ്റർ നീ നോക്കണം. ഓക്കെ, ഹെലികോപ്റ്റർ നോക്കണ്ട, വണ്ടി ബസ്സിൽ കയറുന്ന കാര്യം മാത്രമല്ലോ. വേറൊക്കെ ഓക്കെ. ചവിട്ടി മറിച്ചോ ഇവിടെ നിന്ന് മറിച്ചോ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ദിസ് ഡൺ. ഒരു മൂവി കാണുന്ന ഫീൽ കിട്ടി എനിക്ക്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഓർമ്മ തന്നെ. ഗിയർ ഷിഫ്റ്റ് ചെയ്യണതോ സീന്. ഫ്രണ്ടി നിർത്തടാ. ആ നിർത്ത്. ബെസ്റ്റ് ആയിട്ട് പോയിട്ട് കേറ്. പോയാ ഇല്ലടാ, എന്തേലും വിറ്റായിരുന്നു. നേരെ ചാടുന്ന പാലത്തിനടിക്ക് അവര് പാലത്തിന്റെ അടിക്ക് ഡൈവീണ്. ഞാനിപ്പോ തീരുമാനം വെടി കൊണ്ടിട്ട് എടാ നിന്നോട് ഞാൻ എന്നെ കവർ ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ വണ്ടി തീർക്കാൻ വഴിക്കാണ്ട് പോയില്ലേ. ഞാൻ എന്റെ വ്യൂല് എന്റെ എന്താ കളിക്കാന്ന് വെച്ചാ താൻ നേരെ പാലത്തിന്റെ അടിക്ക് ഡൈവ് അറിയാലോ. എനിക്കൊന്നും പറയണ്ടല്ലോ. അവനെന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ലേ? അവനെന്തൊരു തേങ്ങ ഉദ്ദേശിക്കുന്നത്? മിഹിറിന് നല്ല സ്കോറൊക്കെ ഉള്ളല്ലോ, പിന്നെ എന്തൊരു തേങ്ങ കാണിക്കണേ. ഒരു കാര്യം പറയട്ടെ, ഒരാളെ കവർ ചെയ്യൂ. നീ ആ വണ്ടി കൊണ്ട് പോണ്ടല്ലോ കല്യാണത്തിന് പോണ പോലെ. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നോക്കുമ്പോഴേ താനിങ്ങനെ മറ്റേ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടണ പോലെ ഡൈവ് ചെയ്യ പാലത്തിന്റെ അടിക്ക്. ഞാൻ ആ വണ്ടി എടുത്ത് റണ്ണാക്കി. അതെ, ഞാൻ ഓടിച്ചോളൂട്ടാ, നീ എന്റെ വണ്ടിയിൽ കയറിക്കോ. ആ മരം എന്തെങ്കിലും കാട്ടട്ടെ. ബസ് ഞാൻ എടുക്കാം. ഓക്കെ, ബസ് നീ എടുക്കോ? ഷുവർ? ഓക്കെ, എന്നാ ഞാൻ ഇവിടെ നിന്ന് വണ്ടി എടുക്കാം. പെട്ടെന്ന് എത്തണം. ബ്ലാക്ക്. Prison bus is set to move. They're holding a grade X inmate class to national security risk. The bad news is that means there's no security detail. The good news is the authorities will think we're trying to break him out, and they'll be distracted from what's really going on. Okay, so keep the bus intact. The cleanest way to do that would be neutralizing the driver.
എന്താ പറഞ്ഞ ഈഗോ അടിച്ചു തോന്നുന്നുണ്ട് കാണുള്ള പന്നി. നമുക്ക് ഇതില് എടാ അവനെ ഹാൻഡിൽ ചെയ്യാനല്ലേ നമ്മളോട് പറഞ്ഞ അറ്റ്ലീസ്റ്റ് നീ ഇതെടുക്കുക, നീ അവളെ ഷൂട്ട് ചെയ്തെടുക്കില്ലേ? ഞാൻ പറഞ്ഞത് ഞാനതിന്റെ ഫ്രണ്ട് കയറ്റി നിർത്തും, അയാളെ ഷൂട്ട് ചെയ്ത വണ്ടി കയറുക. മനസ്സിലായ? ശ്രദ്ധിച്ച് കേക്ക്. നീ അതിന്റെ ഉള്ളിൽ കയറാ, വണ്ടി എടുക്ക, ചുറ്റുമുള്ള പോലീസ് വണ്ടികളെ ഞാൻ ക്ലിയർ ചെയ്തോളാം. അവന് വീട്ടിൽ വെച്ച വണ്ടി എടുക്കണം. വണ്ടി വളയും അറ്റ്ലീസ്റ്റ് ഞാൻ പറയണ ലീഡ് ചെയ്ത് കളിക്കടാ തേങ്ങ. ലീഡ് ചെയ്യില്ല, നീ പറയണ കേൾക്കില്ല. കാര്യം ചോദിക്കട്ടെ, അല്ലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇവിടെ എന്താ പറഞ്ഞത്? അതിന്റെ ചുറ്റും ബാക്കിലുള്ള പോലീസ് വണ്ടി കണ്ട? എടാ പൊന്നാര പൊന്നു മോനെ, എന്നാ നീ വണ്ടി ഓടിക്കൂ. ഞാൻ വണ്ടി ഓടിക്കാം. ഞാൻ ചെയ്തോളാം. വണ്ടി ഓടിച്ചിട്ട് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവരുത്. എന്നെ കവർ ചെയ്ത് അവിടെ നിൽക്കാം. ഞാൻ വണ്ടിയിൽ കേറിയ വണ്ടി എടുക്കണ വരെ കവർ ചെയ്ത് നിൽക്കാം. എന്നിട്ട് ആ വണ്ടിയുടെ കൂടെ തന്നെ നീ ഓടിക്കണം. തോന്നുന്നുണ്ട് ലെഫ്റ്റ് അടിക്കണ്ട. ലെഫ്റ്റ് അടിച്ചില്ലേ? ചെറിയ മെഷീൻ മാതിരി കൊണല്ലേ. അയ്യോ മനസ്സിലായ? ഞാൻ ലീഡ് ചെയ്യാ കോളോമ ലീഡ്, അത്രേ ഉള്ളൂ. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. നീ വണ്ടി അങ്ങോട്ട് ഓടിച്ചാൽ മതി. ഭാഗ്യം പോയിട്ടില്ല തോന്നുന്നുണ്ട്. അത് ഏത് വണ്ടി എടുക്കാം? എന്റെ വണ്ടി എടുക്കൂ. വണ്ടി എടുക്കാം. ഓടിക്കറിയോ അത്? അല്ല അങ്ങനെയല്ല, അത് നിനക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതല്ല, അതുകൊണ്ട് വന്നതാ. പമ്പരം തിരിയെടുത്തിട്ട് അവിടെ കിടന്നിട്ട് ഞാൻ തിരിച്ചു. ഓക്കെ ഓക്കെ, ഗോ 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 ഗോ. എന്തോന്നാടാ? ഓക്കെ, നീ ആ വണ്ടിനെ ഓപ്പോസിറ്റ്, അത് മീൻസ് ഫ്രണ്ട് ഗേറ്റ് നിർത്താം, അത്ര ചെയ്താൽ മതി. മനസ്സിലായ? ഞാൻ പറയട്ടെ, ഫ്രണ്ട് ഗേറ്റ് നീ നിർത്താം, എന്നിട്ട് നീ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്റെ ഫ്രണ്ട് ഗേറ്റ് നിർത്താം. അപ്പൊ ഞാൻ ആ വണ്ടി കയറും. ആ ഗ്യാപ്പിൽ ബാക്കിൽ ഒരു ബ്ലാക്ക് വണ്ടി ഉണ്ട് പോലീസുകാരെ, അത് നീ ടേക്ക് ഔട്ട് ചെയ്യണം. വണ്ടിയുള്ള ആളെ വെടിവെച്ചുള്ള ആ വണ്ടി നിർത്തും നമ്മളവിടെ നിർത്തുമ്പോ. കിട്ടാതെ അങ്ങോട്ട് തിരിയാനുള്ള മട്ടില്ല, വണ്ടി നേരെ പോകാനുള്ള മട്ടുള്ളൂ. ഓക്കെ, റെഡി? ആ വണ്ടി തിരിഞ്ഞ വണ്ടി ഇല്ല, തിരിയില്ല വണ്ടി. അവനവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കും. ഒട്ടാ അവന് ഒരുമിച്ച കളിക്കണേ. എങ്ങനെയുണ്ട്? അതെ അതെ അതെ. എടാ കളിക്കാം. വിളിച്ചോട്ടെ. എടുക്കില്ല ലെസർ.
ബുദ്ധിയുണ്ട്. ആരെ വാച്ച് ചെയ്ത് പോലീസുണ്ടല്ലോ. ഇവിടെ 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 അയ്യോ എന്റെ കയ്യിൽ ഫോണാ. എടാ ലെസ്സർ എടുക്കില്ല, ലെസ്സർ എടുക്കില്ല. റിവേഴ്സ് പോ, റിവേഴ്സ് പോ, റിവേഴ്സ് പോ, റിവേഴ്സ് പോ. എക്സിറ്റ് ചെയ്യുന്നു. അതെ, ഈ ഹേസ്റ്റ് കളിക്കുന്ന ഒരു മെയിൻ സാധനം ഉണ്ട്. എന്താ അറിയോ, ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യണം. അതാണ് ഹേസ്റ്റ്. അപ്പൊ ഞാൻ ഇതൊരു പൊട്ടന്മാരോട് ഹേസ്റ്റ് പറഞ്ഞാ കേക്കണ്ടത്. Everyone thinks it's a breakout gun. നമ്മുടെ ഇല്ലാത്തതിന്റെ In the പ്രശ്നം. wrong place. എക്സ്റ്റൻഷന് കൊടുക്കാൻ Junkyard എഞ്ചിൻ outside ബാക്കി Sandy വെച്ചോളും. Shores. One of my people look after it till we go in. മീറ്ററാണോ ബസ് എടുത്തത്? ബൈക്കാരൻ How's the bus? No one hiding in the back with a cell phone, a carton of cigarettes, a pint of Pruno up his ass? Amazing what they can fit up there. The lifers, especially. You know those games you play where someone gets out a rocket launcher and people go, where is he keeping that? It's so unrealistic. I say to them, you've clearly not spent much time in the U.S. prison system. Levity and pop culture references are useful tools when trying to gain trust of new associates. ബസ് എത്തണുള്ള പാർക്ക് ചെയ്ത് നമ്മുടെ വണ്ടി തെറിച്ചു പോയിട്ട്. ഇവന്മാർക്ക് ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങി വരണേ? We'll hold on to this for you. ഏതാ ഇവനാട്ടാ ഇതെടുത്തത്. ആരാന്ന് മനസ്സിലായ? മാസ്. ഏത് മറ്റേ മനസ്സിലായി? ഇവന്മാരെ സ്റ്റിക്ക് ചെയ്ത് പിടിച്ചോടെ. ഇവന്മാരെ ഇതാക്കിക്കോ, പ്ലാറ്റിനം. ഇതാക്കിക്കോ. ഉള്ളപ്പോ നമുക്ക് ഇനി നെക്സ്റ്റ് സെറ്റപ്പിൽ കാണാം. ഇവന്മാരെ ഫ്രണ്ട്